ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ രണ്ട് വണ്ടികളാണുള്ളത്. രണ്ട് അഡ്വഞ്ചർ എഡിഷൻ മോഡൽസാണ്. അതിൽ ഞാനൊരു പോസിറ്റീവ് ഫീഡ്ബാക്കിന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. കുറേ പേര് എൻ്റെ ചോദിച്ചു ചെയ്യാനുള്ളൊരു കമ്പാരിസൺ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഹിമാലയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ പറയാം. കുറേ പേര് കോപ്പിയാന്ന് പറയാം, കുറേ പേര് പറഞ്ഞു ഇതിൻ്റെ എക്സാക്ട് ഡിറ്റോയാണ്. പക്ഷേ രണ്ടും അടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. രണ്ടും എക്സാക്ട് ഡിറ്റോ അല്ല. അതായത് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇൻസ്പയർഡ് ചെയ്ത് അതായത് നമ്മൾ ഈ പിന്നെ ആ ഒരു ഇതിൽ മൊത്തത്തിൽ ഒരു ഡിസൈൻ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സിമിലർ എന്ന് പറയാം. പക്ഷേ എക്സാക്ട് ഡിറ്റോ ഒന്നും പറയില്ല. നിറയെ ഒരു ഹിമാലയൻ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുറവ് ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ ഓഫ്റോഡ് ടൈമിൽ കുറച്ച് കുറവുകൾ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡിസൈനിൽ ഓരോ ഞാൻ പറഞ്ഞതുപോലെ സെയിമാണ്. അപ്പോൾ ഹിമാലയൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് ആയിരുന്നു, LED ഹെഡ്ലൈറ്റ് ആയിരുന്നു. അത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഒരു ഫസ്റ്റ് പോയിന്റ്. ഹിമാലയൻ ചെയ്യാതെ ഹിമാലയൻ്റെ ഒരു അപ്ഗ്രഡേഷൻ്റെ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഔട്ട്ഡേറ്റഡാണ്. നമ്മുടെ LED ഇൻഡിക്കേഷൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫിറ്റ് ആൻഡ് ഫീൽസിൻ്റെ രീതിയിൽ പഴയ ഒരു ജാവ മോഡൽസ് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്ട്രീം ഡിഫറൻസാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലും കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. ആ പഴയൊരു മോഡൽസിൽ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസമാണ്. ഇതിൻ്റെ സെയിം എഞ്ചിനുകൾ പർട്ടിക്കുലർലി 3 മോഡൽസാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് ട്യൂണിങ് ഇത് അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് കുറച്ച് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. റീട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25.3 ആ ഒരു റേഞ്ച് കണ്ടിട്ടുണ്ട്. ഇതിൽ 30 GST ഉണ്ട്. അപ്പോൾ ടോപ്പ് എൻഡിൽ വ്യത്യാസം ഉണ്ടാവും. ഹിമാലയനൊക്കെ കൂടുതൽ ടോപ്പ് എൻഡ് കിട്ടും. അതാണ് കുറേ പേര് ചോദിച്ചൊരു കാര്യം. പിന്നെ രണ്ടാമത് വരുന്നത് ഇതിൻ്റെ ഇതൊരു ലോങ് സ്റ്റോക്ക് എഞ്ചിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ ടോർക്ക് എന്ന് പറയുന്നത് മാറുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജുള്ള കാര്യം. നമ്മൾ ഏതൊരു ഹാർഡ് കോർ ഓഫ് റോഡ് അടിക്കുന്നത് ഇനീഷ്യലി ഫസ്റ്റ് ഗിയറാണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് എക്സ്ട്രാ പവർ എക്സ്ട്രാ ടോർക്കാണ് വേണ്ടത്. അത് ഓൾമോസ്റ്റ് ഒരു 29 ന്യൂട്ടൺ മീറ്റേഴ്സ് ഉണ്ട്. ഇതിന് ഏകദേശം 32. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസും ഡെഫിനറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആകെയുള്ളൊരു വ്യത്യാസം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് സെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കുറച്ച് ഹൈറ്റ് കുറച്ച് നേരെ കയറി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാല് മുട്ട് വരുമ്പോൾ ഏകദേശം ഈ ഒരു പോർഷൻ വരും. ഇതിൻ്റെ കുറച്ചും കൂടി മാക്സ് ആയിട്ടുള്ള പോർഷനാണ്. ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഹൈറ്റായിട്ട് കുറച്ചും കൂടി വൈഡ് പോർഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫസ്റ്റ് നമുക്ക് യെസ്ദിയിലൊന്ന് കയറിയിരുന്ന് കാണിച്ചു തരാം. യെസ്ദിയിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ 6 ഫീറ്റാണ്. ഞാൻ കാല് കയറ്റിയിരിക്കുമ്പോൾ കണ്ടോ ഇത്രയും ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു ഗ്രൂവ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എക്സ്ട്രാ ഒരു പാഡും കൂടി കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. ബാക്കി ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇൻ്റർനാഷണൽ KTM-ലൊക്കെ ഉള്ള പോലത്തെ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ഹിമാലയൻ്റെ പുതിയ വേർഷനിൽ ഇവിടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂൽ ഇൻഡിക്കേഷൻ ഉണ്ട്, സ്പീഡ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടി, പിന്നെ ഓഫ് റോഡ് മോഡ്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, 3 മോഡ്സ് ഉണ്ട്. റെയിൻ, റോഡ് ആൻഡ് ഓഫ് റോഡ്. ഓഫ് റോഡ് മോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓഫ് റോഡ് മോഡിൽ ഞാൻ അത്യാവശ്യം സ്കിഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിമാലയൻ്റെ ബ്രേക്സ് കമ്പാരിറ്റീവ്ലി ഞാൻ ഓടിച്ചിടത്തോളം പുതിയ വണ്ടിയാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി നല്ല ബൈറ്റുള്ള അത്യാവശ്യം നല്ലൊരു മോഡലാണ് ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ. മോഡൽ ഉദ്ദേശിച്ചത് അത്യാവശ്യം നല്ല ബൈറ്റുള്ള സംഭവമാണ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി റോയൽ എൻഫീൽഡിനേക്കാളും ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഹിമാലയയിൽ നമ്മൾ ഇരുന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പേടിച്ചു പോയില്ലടാ. പിന്നെ ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് എനിക്കൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാലിപ്പർ കവറാണ്. ഇത് നമ്മൾ ഹിമാലയനിലൊക്കെ വരണമെന്ന് ആഗ്രഹിച്ച സാധനമാണ്. കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനം കാലിപ്പർ. കാരണം നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് ബ്രേക്ക് ഓൾറെഡി വണ്ടിക്ക് കുറവാണ്, ഇത് കിട്ടണമില്ല. പിന്നെ ഇതിനകത്ത് C8-ൻ്റെ ടയേഴ്സ് തന്നെ വരുന്നത്, രണ്ടും ഫ്രണ്ടും ബാക്കും. ഇതിനകത്ത് ടയറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. 130 സെഷനാണ് ഇവിടെ, 120യുടെ MRF-ൻ്റെ ടയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റും കുറച്ചും കൂടി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടിക്കും ഹൈറ്റിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ടിൻ്റെയും സെയിം ആണ്. ഏകദേശം നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഗ്രൗണ്ട് ക്ലിയറൻസ് ഓൾമോസ്റ്റ് അല്ല എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ ഇതിനകത്ത് കുറേ ആക്സസറീസ് ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ചുകൂടി ബൾക്ക് തോന്നിക്കുന്നുണ്ട്. സെയിം ആക്സസറീസ് വെക്കുകയാണെങ്കിൽ ഇതും കുറച്ചും കൂടി ബൾക്കാവും. പക്ഷേ ഇതിൽ ഈ ഒരു ചെറിക്കാൻ്റെ പോർഷനൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് ഒരു accessory ആണ്. അപ്പോൾ നമ്മളൊരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 2,70,000-ൻ്റെ അടുത്താണ് രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് എക്സ്ട്രാ മേടിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ഈ പ്രൈസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സാധനം ഇതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ എടുക്കുമ്പോൾ 2,80,000 ആവറേജ് ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയൻറ്റ് വൈസ് മാറും. ഇപ്പോൾ ഏകദേശം എക്സാക്ട്ലി സെയിം പ്രൈസാണ്. സോ ഇത് രണ്ടും നോക്കുന്ന ആൾക്കാർ ഇതൊരു എന്താ പറയുക ആ ഒരു പ്രൈസ് എനിക്ക് തോന്നുന്നു അത്ര വലിയ രീതിയിലൊരു കൺസേൺ ആവില്ല. കാരണം രണ്ട്
ഇതൊരു പുതിയ മോഡലാണ്, അതൊരു എക്സിസ്റ്റിംഗ് പ്രൂവൻ ആയിട്ടുള്ള മോഡലാണ്. പക്ഷേ ഇതുവരെ പ്രൂവ് ചെയ്ത് തീർത്തിട്ടില്ല, കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിൻ സൈഡിൽ ഇതിനകത്ത് ഇതിൻ്റെ റേഡിയേറ്റർ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇത് ലിക്വിഡ് കൂൾഡ് ആണ്, അതൊരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. സോ ഹീറ്റിംഗ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര നേരം ഓടിച്ചത് ഇതിൻ്റെ ഹീറ്റിംഗ് കുറച്ചും കൂടി ബെറ്ററാണ്, ബ്രേക്കിംഗ് കുറച്ചും കൂടി ബെറ്ററാണ്. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഹിമാലയനിൽ നമ്മൾ ആഗ്രഹിച്ച കുറേ അപ്ഗ്രഡേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ അറിയാൻ പറ്റില്ല, കുറച്ച് ടൈം എടുക്കും. ആരെങ്കിലും കുറച്ച് കസ്റ്റമേഴ്സൊക്കെ യൂസ് ചെയ്ത്, പക്ഷേ ആ ഒരു ആദ്യം എടുക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലായിട്ടും നമ്മുടെ വണ്ടിക്ക് നല്ലൊരു കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉള്ളൊരു മോഡലാണ്. കാരണം വെയിറ്റ് കുറവ് തന്നെയാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ്. എക്സ്പൾസ് ഹിറ്റ് ആയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറവും വെയിറ്റ് കുറവും ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളായിരുന്നു. അപ്പോൾ ഹിമാലയൻ ചില സമയത്ത് ചില ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയാറുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ബ്രോ വണ്ടി ഓഫ് റോഡ് കൊണ്ടുപോകാനും, അത്യാവശ്യം കുറച്ച് ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് എക്സ്പൾസ് ഭയങ്കര സിമ്പിളായിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം എക്സ്പൾസിൻ്റെയും ഹിമാലയൻ്റെയൊക്കെ നടുക്ക് വരും, പക്ഷെ കുറച്ചും കൂടി ഹിമാലയൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വണ്ടിയുടെ ഒരു ഓവറോൾ കമ്പാരിസണിൽ പറയാനുള്ളത്. പിന്നെ സീറ്റ് ഹൈറ്റും ഏകദേശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് ഹൈറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. എനിക്ക് സീറ്റിൻ്റെ ഒരു എന്താ പറയുക, അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റായിരുന്നു, പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സീറ്റാണ്. അപ്പോൾ ലോങ് റൈഡിൽ ചിലപ്പോൾ കുറച്ച് വേദനകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പില്ലിയൻ കുറച്ചും കൂടി വൈഡാണ്, അതിൻ്റെ പില്ലിയൻ കുറച്ച് ചെറുതാണ്. പിന്നെ ഇതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ പാനിയേഴ്സ് വയ്ക്കാൻ പറ്റും, ബാക്കിൽ നമ്മുടെ ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. ഫുൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടൂറിങ്ങിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആവാനാണ് ചാൻസ് കൂടുതലുള്ളത്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഓഫ് റോഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക മോശമൊന്നുമല്ല, എക്സാക്ട് ഡിറ്റോ അല്ല, നല്ല വ്യത്യാസമുണ്ട് വണ്ടികൾ തമ്മിൽ. കുറച്ചും കൂടി നല്ല മോട്ടോർ സൈക്കിളാണ്, കുറച്ച് ട്രൈ ചെയ്യാൻ ഹിമാലയൻ പ്രാന്തൊന്നും ഇല്ലാത്തവർ, ഹിമാലയൻ പ്രാന്തമുള്ളവർ ഹിമാലയൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഹിമാലയൻ അത്രയും പ്രാന്തില്ലാത്തവർ ഈ വണ്ടി ഒന്ന് ട്രൈ ചെയ്യണതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരാം. അപ്പോൾ കംപ്ലീറ്റ്ലി നല്ലൊരു പാക്കേജാണ്, കുറ്റം കുറവൊന്നും എടുത്ത് പറയാനുള്ള സംഭവമൊന്നും ആയിട്ടില്ല. കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം പറ്റുള്ളൂ. പക്ഷേ ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആണ്. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു SD വന്ന പോലെ വലിയ വരുമ്പോൾ ഒരു ഓളം അതിനുശേഷം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഈ വണ്ടി കുറച്ച് നാൾ നിൽക്കും, കുറച്ച് പേര് എന്തായാലും ഈ വണ്ടി മേടിക്കും. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊച്ചി മച്ചാൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചി മച്ചാൻ എന്നുള്ള കാര്യം വിട്ടേറെ. അപ്പോൾ ബ്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കാൻ പോകണം, ബ്രോ ഉപയോഗിച്ച വണ്ടി മോശമാണ്, പക്ഷേ അഡ്വഞ്ചറിലേക്ക് ഭയങ്കര ആഗ്രഹം. അയ്യോ മറന്നു ഹിമാലയൻ ഉപയോഗിച്ചത് വിട്ടാറ്. ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവാണ്, അഡ്വഞ്ചർ സെക്ഷനിലേക്ക്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ട് നമ്മൾ കുറച്ച് അഡ്വഞ്ചറും കുറച്ച് ടൂറിംഗ് ഒക്കെയാണെന്ന് വിചാരിക്കുന്നത്. ഹിമാലയനിലേക്ക് വലിയ പ്രാന്തില്ല, ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വേണം. അപ്പോൾ ആദ്യം പോയി ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നു, എന്നിട്ട് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നു, പിന്നെ ഒരു എക്സ്പൾസ് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നു. ഏത് വണ്ടി എടുക്കും? ഓക്കെ, എക്സ്പൾസ് ഞാൻ ഈ കാറ്റഗറിയിൽ നമുക്ക് ഇപ്പൊ എടുത്തണമെന്നില്ല. കാര്യം ടൂറിങ്ങിന് നമ്മൾ ഞാൻ വിട്ടു എക്സ്പൾസ് വിട്ടു. ടൂറിങ്ങിൽ അങ്ങനെ എനിക്ക് പ്രിഫർ ചെയ്യണം. അപ്പൊ എനിക്ക് കുറച്ച് ബഡ്ജറ്റ് ഉണ്ട്, എന്റെ അപ്പം റിച്ച് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മള് ഹിമാലയനും ഇതും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഒരു വേർഡിക്ക് വരുവാണെങ്കിൽ, കാരണം ഹിമാലയൻ ഓൾറെഡി ഒരു പ്രൂവൻ വണ്ടിയാണ്, 5 വർഷമായിട്ട് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അതിനെ കുറച്ച് കുറെ നെഗറ്റീവ്സും പോസിറ്റീവ്സും നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ ഇതിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പൊ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു പുതിയ എഞ്ചിൻ തന്നെ അവർ പറയുന്നുണ്ട്. സെയിം ജാവയുടെ എഞ്ചിനാണ്, ബട്ട് ഇന്റേണൽസ് അതെ ഇന്റേണൽസ് ഒക്കെ മാറ്റിയിട്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 50-50 ചാൻസ് ആണ്. കാര്യം ഇതൊരു പുതിയ എൻട്രി, പുതിയൊരു ബൈക്കാണ്, ടോട്ടലി ഒരു ന്യൂ സെഗ്മെന്റ്, ഒരു ന്യൂ ബ്രാൻഡാണ് വന്നേക്കണേ. പക്ഷേ എഞ്ചിൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് എഞ്ചിന്റെ പാർട്ടൊക്കെ എടുത്തിട്ടാണ് ഇതിൽ ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ മനസ്സിൽ 50-50 ചായവായിരിക്കും ഇതെടുക്കണോ. പക്ഷെ ഓടിച്ചിട്ട് ഇപ്പൊ രണ്ടും ഒരു പ്രൂവൻ വണ്ടിയാണ്, ഓടിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ യെസ്ദിയിലേക്ക് പോകുള്ളൂ. കാര്യം എൻ്റെ ഒരു സൈസ്, എൻ്റെ ഒരു വെയിറ്റും വെച്ചിട്ട് എനിക്കിത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി കൊണ്ടുനടക്കാൻ. എനിക്ക് ഓഫ് റോഡ്, ഹാർഡ് കോർ ഓഫ് റോഡ് ഞാൻ ഹിമാലയനിൽ ഉറുമ്പിക്കരയും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഹിമാലയൻ ഹാർഡ് കോർ ഓഫ് റോഡിൽ അടിപൊളിയാണ്. പക്ഷെ അത്രയും ഒരു ഓഫ് റോഡ് ചെയ്യണം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു എടുക്കണ ഒരു 75% ഹിമാലയൻ റോഡിൽ തന്നെ ആയിരിക്കും. ഓഫ് റോഡ് പോകണം വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ഹൈവേ ടൂറിങ്ങിന് പറ്റിയൊരു വണ്ടി എനിക്ക് യെസ്ഡി തന്നെ ആയിരിക്കും. അത്യാവശ്യം നല്ല ഓഫ് റോഡ് സസ്പെൻഷൻ ഉണ്ട്, നല്ല ട്രാവലർ സസ്പെൻഷനാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കംഫർട്ടും നമുക്കുണ്ട്. 15 ലിറ്റേഴ്സ് ടാങ്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ടൂറിംഗ് പർപ്പസിന് പറ്റിയ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ ഈ രണ്ട് വണ്ടിയിലും സെയിം ആണ്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യാൻ പോകുന്നത് യെസ്ഡി ആയിരിക്കും. എനിക്ക് കൂടുതൽ ഒരു അത്ര ഓഫ് റോഡ്, ഹാർഡ് കോർ ഓഫ് റോഡ് ഞാൻ നോക്കുന്നില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ച് പോണ ആൾക്ക്
Yezdi തന്നെ ഞാൻ പ്രിഫർ Yezdi ഞാൻ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അത്ര ഹാർഡ് കോർ ഓഫ് റോഡ് പ്രാന്ത് കാണിച്ച് തീർക്കണം, പക്ഷെ വണ്ടിക്കൊന്നും പറ്റിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രോ ഇപ്പൊ പണ്ട് ഹിമാലയൻ ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഹിമാലയനും ഓടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോ ഹിമാലയൻ ആണെങ്കിലും നമ്മൾ ഉറുമ്പിക്കര ഒരു പ്രാവശ്യം പോയി, പിന്നെ 2 പ്രാവശ്യം പോയി, 3ാമത്തെ പ്രാവശ്യം നമ്മൾ പോവോ ഹിമാലയൻ ആയിട്ടാണെങ്കിൽ ചിലപ്പോ പോയെന്ന് വരും ആൾക്കാര്. അത് നമ്മൾ ഓരോരുത്തരുടെ താല്പര്യം വരാം. അതാണ് പേഴ്സണൽ ചോയ്സ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. രണ്ടും 2 രീതിയിൽ നല്ല മോട്ടോർ സൈക്കിളാണ്. കുറ്റം പറയാനൊന്നുമില്ല. കുറേ പേര് Yezdi കുറ്റം പറയണ്ടായിരുന്നു, കുറേ പേര് ഹിമാലയൻ കുറ്റം പറയാൻ. രണ്ടിനും 2 രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും ഹിമാലയനും Yezdi എടുക്കുകയാണെങ്കിൽ. രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ചിലവർക്ക് ചിലപ്പോൾ ഇതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സോ പേഴ്സണൽ ചോയ്സ് ആണ്, ബട്ട് ഒട്ടും തരക്കേടില്ലാത്ത മോഡലാണ്. പുതിയ ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ് Yezdi അഡ്വഞ്ചർ. നമുക്ക് ഇവിടെ Yezdi നമുക്ക് കിട്ടിയാണ് ഈ അഡ്വഞ്ചർ സെഗ്മെന്റ് വണ്ടി. സോ പ്രൈസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്രൈസ് അത് ഹിമാലയൻ ഇപ്പൊ BS6 എനിക്ക് തോന്നുന്നു ഒരു 10,000 rupees കൂടുതലാണ്. പക്ഷേ ഇതിൽ കുറച്ച് ആക്സസറീസ് ഒക്കെ വെച്ച് വരുമ്പോഴേക്കും അതെ ഇതിൽ സെപ്പറേറ്റ് ക്രാഷ് ഗാർഡും ഗ്രില്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ പിന്നെ നമുക്കൊരു 5K എക്സ്ട്രാ ആവും. സോ എല്ലാവരും പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ ക്ലാസിക് മോട്ടോർസ് എടപ്പള്ളിയാണ്, 2 ഷോറൂമാണ് ഉള്ളത്. അതെ, തൃശ്ശൂരും കൊച്ചിയിലും ഉള്ളത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക്സ് ബ്രോ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത റൈഡിൽ കാണാം. ഓക്കെ.